പലസ്തീൻ അനുകൂലമായി പല രാജ്യങ്ങളിലും പല പ്രക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട്, പ്രതിഷേധങ്ങളും ഉണ്ടാകാറുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും ദേവസ്വം ഭൂമിയിൽ ഫലസ്തീൻ അനുകൂല പതാകയും ഹമാസ് അനുകൂല പതാകയും വീഴ്ചയെന്ന് പറഞ്ഞ് 2 ദിവസത്തിന് മുമ്പ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായതാണ്. ഇപ്പോഴിതാ സ്വിറ്റ്സർലാൻഡിൽ നിന്നൊരു വാർത്ത വരികയാണ്. പക്ഷേ ഈ വാർത്ത കുറച്ച് കൗതുകം കലർന്നൊരു വാർത്തയാണ്. അതായത് സ്വിസ് പ്രവിശ്യയിലെ ലോസാനിൽ ഫലസ്തീൻ അനുകൂല പ്രകടനം നടക്കുകയായിരുന്നു. ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. സ്വിറ്റ്സർലാൻഡിൽ തന്നെ ഈ മതേതരത്വം അസ്ഥിക്ക് പിടിച്ച ചില സായിപ്പന്മാരുണ്ടായിരുന്നു. പലസ്തീനെ മോചിപ്പിക്കണം, ഹമാസ് പൊളിയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു. ഫലസ്തീൻ്റെ ഫ്ലാഗുകളൊക്കെ വീശി അങ്ങനെ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തി വരുമ്പോഴാണ് ഇവർക്കിടയിലേക്ക് ഒരു കാർ ഓടിക്കയറുന്നത്. ഈ കാർ ഓടിക്കയറിയതോടുകൂടി ഈ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം മാറി. ഈ കാറ് 2 പേരെ ഇടിച്ച് തെറിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. സാധാരണ ഈ യൂറോപ്പിലൊക്കെ ഭീകരാക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാറുകളൊക്കെ ഈ ഇത്തരത്തിലുള്ള ക്രൗഡിനിടയിലേക്ക് ഓടിച്ചു കയറുന്നത്. പോളണ്ടിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഫ്രാൻസിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് നടക്കാറുണ്ട്. പോരാത്തതിന് ഫുട്ബോൾ മത്സരങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ട്രക്ക് കയറ്റിയുള്ള കൊലപാതകങ്ങൾ ഭീകരവാദികൾ നടത്താറുണ്ട്. ഇതോടുകൂടി ഈ ക്രൗഡിൻ്റെ സ്വഭാവം അങ്ങ് മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പക്ഷേ ഇത് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ദൃശ്യങ്ങളായതുകൊണ്ട് തന്നെ യൂട്യൂബ് ഇത് നിങ്ങളെ കാണിക്കാൻ അനുവദിക്കുമോ എന്നറിയില്ല. കാണിക്കാൻ സാധിക്കുമെങ്കിൽ ന്യൂസ് ഇന്ത്യ മലയാളം കാണിക്കുന്നതാണ്. എന്തായാലും ജീവൻ അപകടത്തിലാകുമെന്ന സംശയത്തിൻ്റെ പേരിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് ഡ്രൈവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ലോസാനിൽ താമസിക്കുന്ന 56-കാരനായ ആൾ നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ലഭ്യമാണെന്ന് ലോസാൻ സിറ്റി പോലീസ് മാധ്യമ വക്താവ് ഞായറാഴ്ച കീസ്റ്റോൺ SDA വാർത്താ ഏജൻസിയോട് പറഞ്ഞിരിക്കുകയാണ്. ഈ 56 വയസ്സുള്ള ഒരാളാണ് ഈ കാർ ഓടിച്ച് കയറ്റിയിരിക്കുന്നത്. പിന്നീട് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഞായറാഴ്ച രാത്രിയാണ് പോലീസ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. പോരാത്തതിന് തൻ്റെ സ്പോർട്സ് കാറിൽ ഫലസ്തീൻ അനുകൂല പ്രകടനത്തിൽ പങ്കെടുത്തവരുടെ ഇടയിലൂടെ അയാൾ കടന്നുപോയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ സംഭവം നടന്നിരുന്നത്. എന്തായാലും ലോസാനിലെ മധ്യഭാഗത്തുള്ള ചൗഡറോൺ പാലത്തിലോ അതിനടുത്തുള്ള നടന്ന സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞായറാഴ്ച പുറത്തു വന്നു. അവിടെ ഫലസ്തീൻ അനുകൂല പ്രകടനത്തിൽ പങ്കെടുത്ത 1500 മുതൽ 2000 വരെ പേരിൽ ചിലർ റോഡിലിരുന്ന് ഗതാഗതം തടസ്സപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഈ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സ്വിറ്റ്സർലാൻഡിൽ ആരോ നെഞ്ചത്തൂടെ കാർ ഓടിച്ച് കയറ്റിയതാണ് എന്നുള്ള വ്യാഖ്യാനങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. നിരവധി കാറുകളാണ് അവിടെ നിർത്തിയിട്ടിരുന്നത്. 2 പൊതുഗതാഗത ബസ്സുകളും കീസ്റ്റോൺ SDA വാർത്താ ഏജൻസിക്ക് ലഭിച്ച ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ലോസാനിൽ നിന്നുള്ള 56-കാരനായ ആൾ തൻ്റെ സ്പോർട്സ് കാറിൽ മോട്ടോർ ബോയ്സിനെ മറികടന്നു പോയി. പ്രകടനക്കാരുടെ അടുത്തെത്തിയപ്പോൾ അയാൾ വേഗത കുറച്ചു. തുടർന്ന് ജനക്കൂട്ടത്തിനകത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഗതാഗതം തടഞ്ഞുള്ള ഒരു പ്രതിഷേധമൊക്കെ യൂറോപ്പ് ഇതാദ്യമായിട്ടാണ് കാണുന്നത്, കുറേ നാൾക്ക് ശേഷം യൂറോപ്പിലെ ഇപ്പോഴുള്ള തലമുറ. അതുകൊണ്ട് തന്നെ അവർക്കിതൊന്നും സഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കും. കാരണം മറ്റുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ വെക്കിട്ട് കയറുന്നത് യൂറോപ്പിന് സഹിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് അവരുടേതായിട്ടുള്ള കൾച്ചറുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കാറൊക്കെ ഇടിച്ച് കയറ്റിയതെന്നാണ് തോന്നുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.